യാസീനിൽ ആരുടെ ചരിത്രമാണ്? ആരുടെ ചരിത്രമാണ്? ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. ഉറക്കെ പറയൻ ഹബീബുൻ നജ്ജാർ. ചെറിയ ആൾക്കാരല്ല. ഈസാ നബിയുടെ അനുയായികളുടെ ചരിത്രമാണ് അതിൽ. അവരാരാ? അവര് ദീനി പ്രബോധനം നടത്തിയ മഹത്തുക്കളാണ്, വലിയ ആളുകളാണ്. ബുത്റുസും മത്തായും പത്രോസും മത്തായി അവരുടെ ചരിത്രമാണ് യാസീനിലുള്ളത്. ബുത്റുസ് മത്താ റളിയല്ലാഹു അൻഹു. ഉസ്താദ് അവരെപ്പോഴും പത്രോസ് റളിയല്ലാഹു എന്ത് ഉസ്താദ് ഈ പറയുന്നത്? നിങ്ങൾ കരുതണ്ട. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പഠിക്കാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. ബുത്റൂസ് എന്ന് പറഞ്ഞാൽ നിസ്സാരകാരി ആളല്ല. റൂഹുൽ ബയാനിൽ കാണാം ബുത്റൂസ് റളിയല്ലാഹു അൻഹുവിന്റെ ആരാണ് ബുത്റൂസ് റളിയല്ലാഹു അൻഹു? അസ്ഹാബുൽ കഹ്ഫിനെ കേട്ടിട്ടില്ലേ? അസ്ഹാബുൽ കഹ്ഫ്, അൽ കഹ്ഫ് സൂറത്തിൽ അസ്ഹാബുൽ കഹ്ഫിനെ കേട്ടിട്ടില്ലേ? അസ്ഹാബുൽ കഹ്ഫിന്റെ ഉസ്താദാണ് ആര്? ബുത്റൂസ് റളിയല്ലാഹു അൻഹു. വലിയ മഹാനാണ്. അല്ലാഹുവിന്റെ ഒക്കെ ദറജ ഉയർത്തട്ടെ. ഭയങ്കര കറാമത്തിന്റെ അങ്ങേ തലക്കിലുള്ള ആളുകളാണ്, ഭയങ്കര അഹ്ലികാരാണ്. ഈസാ നബിയുടെ ശിഷ്യന്മാരാണ്. ഈസാ നബിയെ കൊണ്ട് ആദ്യം വിശ്വസിച്ച ശിഷ്യനാണ് ആര്? ബുത്റൂസ് റളിയല്ലാഹു അൻഹു. ആദ്യം വിശ്വസിച്ച വ്യക്തി. ഉടനെ ഖുർആൻ പറയുന്നുണ്ടല്ലോ അത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ അൻസാറല്ലാഹ് കമാ ഖാല ഈസ ഇബ്നു മറിയം ലിൽ ഹവാരിയീൻ മൻ അൻസാരി إلى الله قال الحواريون نحن أنصار الله. ആ ഹവാരിയങ്ങളുടെ നേതൃത്വമാണ് ബുത്റൂസ് റളിയല്ലാഹു അൻഹു. അവരോട് വിശ്വസിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞപ്പോ ആദ്യം എഴുന്നേറ്റിട്ട് ഞങ്ങൾ നിന്നെ കൊണ്ട് വിശ്വസിച്ചു എന്ന് പറഞ്ഞത് ആരാണ്? ബുത്റൂസ് റളിയല്ലാഹു അൻഹു. വലിയ മഹാനായ ഈസാ നബിയുടെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രമുഖനായ വ്യക്തിയാണ്. കറാമത്തിന്റെ അങ്ങേ തലയാണ്, ഭയങ്കര കറാമത്താണ്. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ വലിയ എന്ന് പറഞ്ഞാൽ ആരെയാ വലിയായിട്ട് മനസ്സിലാക്കുന്നത്? വലിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്, നിസ്സാരകാരിയല്ല. അപ്പൊ ബുത്റൂസ് റളിയല്ലാഹു അൻഹു മത്താ റളിയല്ലാഹു അൻഹു ഉറക്കെ പറഞ്ഞോ. ഈ റളിയല്ലാഹു അൻഹു പറച്ചിലുകൊണ്ട് നമുക്കൊരു കുറവും വരൂല. ഇസ്ലാമിന്റെ ബേസിക് തഅലീമു മാ അല്ലമഹുല്ലാഹ് വ തഹ്ഖീറു മാ ഹഖറഹുല്ലാഹ്. അതാണ് സുന്നത്തെ ജമാഅത്ത്. ഈ രണ്ട് വാക്കിലുണ്ട്. അങ്ങനെ തന്നെയാണ്. എന്താണ് തഅലീമു മാ അല്ലമഹുല്ലാഹ്? അല്ലാഹു ബഹുമാനിക്കാൻ പറയുന്ന വസ്തുക്കളെ ബഹുമാനിക്കുക. അതന്നെയല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നിന്ദിക്കാൻ പറഞ്ഞ സകല വസ്തുക്കളെയും നിന്ദിക്കുക. ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോ എളാപ്പ എന്ന് കരുതി മിണ്ടാതിരിക്കണ്ട, ഉറക്കെ പറഞ്ഞോ ലഅനത്തുല്ലാഹി അലൈഹി. നമുക്കത് വാക്കിൽ വരുന്നില്ലയോ? നീ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്, അവന്റെ കൂട്ടാളിയാകുന്നുണ്ട് എന്ന് അതിന് മനസ്സിലാക്കാൻ പറ്റുന്നത്. റളിയല്ലാഹുവിന് നാവിൽ വരുന്നില്ലയോ? പോയി, അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് സഹാബത്തിന്റെ പേര് കേൾക്കുമ്പോൾ തർദിയത്തിയല്ല, നീ മടിക്കണ്ട, ഉറക്കെ ചൊല്ലിക്കോ. ധാരുടെ സഹാബത്താ? മുത്തുനബിയുടെ അല്ലല്ലോ എന്ന് പറഞ്ഞ് നീ നിൽക്കണ്ട. ഒരു പ്രവാചകന്മാർക്കിടയിലും നമ്മൾ വേർതിരിവ് പാടില്ലല്ലോ. അങ്ങനെ തന്നെയല്ലേ പഠിപ്പിച്ചത്. ആമന റസൂല്, ഇത് വലിയ അവിടെ ആമന റസൂൽ അറിയില്ലേ? ആമന റസൂൽ എന്ന് പറയാൻ ആയത്താണത്, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്ത്. അതിനെന്താ പറയുന്നത്? آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله. ഒരു പ്രവാചകന്മാർക്കുമിടയിൽ വേർതിരിവ് പാടില്ലെന്നല്ല, വേർതിരിക്കാൻ പാടില്ല. ഒരു പ്രവാചകനെ നമ്മൾ ആ പ്രവാചകൻ അങ്ങനെയാണ് ഇങ്ങനെ അത് പറയാൻ പാടില്ല, ആ പ്രവാചകൻ അങ്ങനെ അത് പറയാനേ പാടില്ല. നമ്മളങ്ങനെ വേർതിരിക്കാൻ പാടില്ല. പിന്നെ ചിലരുടെ ശ്രേഷ്ഠത നമ്മൾ എടുത്തു പറയും. മൂസാ നബിയേക്കാൾ ശ്രേഷ്ഠത മുത്തുനബിക്കുണ്ട്, ഇബ്രാഹിം നബിക്കുണ്ട് എന്നൊക്കെ നമ്മൾ ശ്രേഷ്ഠത പറയും. എന്തുകൊണ്ട്? അത് തിൽക്കർ റുസുലു ഫളലനാ ബഅദഹും അലാ ബഅദ്. ചിലരെ മറ്റു ചിലരെക്കാൾ അല്ലാഹു തആല പ്രവാചകന്മാരെ ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട്. ആ ശ്രേഷ്ഠത വിവരിക്കുന്നു മാത്രം. ആരെ താഴ്ത്തിക്കെട്ടാൻ നമ്മൾ ആളുകളല്ല, മനസ്സിലാക്കണം. അതുകൊണ്ട് ആ സ്വഹാബി അദ്ദേഹത്തിന്റെ അനുയായികളല്ലേ, ഈസാ നബിയുടെ അനുയായികളല്ലേ. നമ്മളതുകൊണ്ട് റളിയല്ലാഹു അൻഹു ചെല്ലുന്നില്ല എന്ന് നിങ്ങൾ ഇരിക്കാൻ പാടില്ല. എല്ലാവരും ബഹുമാനിക്കണം. ബുത്റൂസ് റളിയല്ലാഹു അൻഹു, മത്താ റളിയല്ലാഹു അൻഹു വലിയ മഹാന്മാരാണ്, വലിയ മഹാന്മാരാണ്, ചെറിയ ആളുകളല്ല. രണ്ടുപേരും ഈസാ നബിയെ കൊണ്ട് വിശ്വസിച്ച ആളുകളാണ്. ഈസാ നബിയെ കൊണ്ട് വിശ്വസിച്ച ആളുകളാണ്. ബുത്റൂസിനോടും മത്തായോടും രണ്ടുപേരോടും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ അന്താക്കിയയിലേക്ക് പോയി പ്രബോധനത്തിന് പോകണം.
അപ്പൊ അവര് മുഖേന അഥവാ പ്രവാചകന്മാരുടെ സഹാബത്ത് മുഖേന മുത്തനബിയുടെ സഹാബത്ത് പ്രബോധനം നടത്തിയത് ഇഷ്ടം പോലെ കാണാൻ കഴിയും. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യമനിലേക്ക് അയച്ച സംഭവം, എത്രയോ സംഭവങ്ങൾ വിവരിക്കണം. നമ്മളതൊക്കെ കേട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. സ്വഹാബത്ത് മുഖേന അഥവാ പ്രവാചകന്മാർ അവര് പിന്നെ സ്വഹാബത്തിനെ ഏൽപ്പിക്കാണ് ദൗത്യം. അവര് മുഖേന തബ്ലീഗ് നടത്തുക, ലോകത്തിന്റെ വിവിധ പ്രവിശ്യകളിലേക്ക് ദഅവത്ത് നടത്തുക. അങ്ങനെ അന്താക്കിയ എന്ന് പറയുന്ന ജനത്തിലേക്ക് പ്രബോധനത്തിന് വേണ്ടി നടത്തി പറഞ്ഞു വിട്ടു. ആരെ? രണ്ടുപേരെയും, പത്രുസിനെയും മത്തായെയും റളിയല്ലാഹു അൻഹു. അവര് പോകുന്ന വഴിയിൽ നാട്ടിലേക്ക് ചെന്ന് കയറിയതുള്ളൂ. അപ്പോൾ ഒരു പടുവൃത്തനാകുന്ന മനുഷ്യൻ അവരോട് ചോദിച്ചു, എവിടേക്കാ പോകുന്നത്? പറഞ്ഞു, നമ്മൾ അന്താക്കിയ നാട്ടിലേക്ക്. ഈ നാട്ടിലേക്ക് പ്രബോധനത്തിനായി വന്ന ഈസാ നബിയുടെ അനുയായികളാണ്. നിങ്ങൾ അങ്ങോട്ട് പോകരുത്. നിങ്ങളുടെ കൗമിനെ കണ്ട, നിങ്ങളെ കണ്ട എന്താവും? അവര് ഇല്ലായ്മ ചെന്നുകളെയും കൊന്നുകളെയും. എന്തുകൊണ്ട്? ആ നാട്ടിലെ ജനങ്ങളിലേക്ക് ബിംബങ്ങളെ നിർമ്മിച്ചുകൊണ്ട് കൊടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. അവര് മുഴുവനും അത്തരത്തിലുള്ള ആരാധിക്കുന്നവരാ, ബഹുദൈവ ആരാധകരാണ്. നിങ്ങൾ ഈ ഏകദൈവ വിശ്വാസം പറഞ്ഞ അള്ളാഹം പറഞ്ഞ് അങ്ങോട്ട് ചെന്നാല് ഉറപ്പായിട്ട് നിങ്ങളുടെ കാറ്റ് കാണൂല, നിങ്ങൾ മരണപ്പെട്ടു പോകും, നിങ്ങളെ കൊല ചെയ്യപ്പെടും. അപ്പൊ ഇവര് പറഞ്ഞു, ഞങ്ങൾ എന്തായാലും പോകും. നിങ്ങളുടെ കയ്യിൽ വല്ല അമാനുഷികമാകുന്ന കഴിവുണ്ടോ, കറാമത്തുണ്ടോ? നമ്മളെപ്പോഴും ചോദിക്കാമല്ലോ, ഒരാളെ കാണും ഉസ്താദേ വല്ല കറാമത്തും വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കാറുള്ളത് പോലെ ചോദിക്കുകയാണ്, എല്ലാ കറാമത്തും വല്ലതും ഉണ്ടോ? അപ്പൊ അവര് പറഞ്ഞ കറാമത്ത് ഏതാ വേണ്ട? എല്ലാ ഐറ്റവും നമ്മുടെ കയ്യിലുണ്ട്. ഏതൊക്കെ ഐറ്റം ഉള്ളത്? അത് ബഹുമാനപ്പെട്ട ഈസാ നബി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരുപാട് കഴിവുണ്ട്. നിങ്ങളുടെ വീടിന്റെ അകത്തല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള വസ്തുക്കളെ വിളിച്ചു പറയും സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം എന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ കഴിവുണ്ട്. കുഷ്ഠരോഗം, പാണ്ഡുരോഗമുള്ളവരെ ഞങ്ങൾ ശിഫപ്പെടുത്തും. അത് ഞങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ പരിപാടിയും ഞങ്ങൾക്കറിയാം. ഞങ്ങളതൊക്കെ ചെയ്യാറുണ്ട്. ചെയ്യൂ, അതാ നിങ്ങൾ വരാൻ പറഞ്ഞു. മാറാവ്യാധികൾ സുഖപ്പെടുത്തുമെന്ന് കേട്ടപ്പോ ഈ പ്രായം ചെന്ന മനുഷ്യൻ അദ്ദേഹം ഇവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിൽ ചെന്നു, അടച്ചിട്ട ഒരു റൂം തുറന്നു കാണിച്ചു. കട്ടിൽ 24 വയസ്സുള്ള ഒരു കുട്ടി കിടക്കുകയാണ്. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കുന്നുണ്ടോ? ബുത്രോസ് റളിയല്ലാഹുവിനെയും മത്തായെയും കൂട്ടിക്കൊണ്ട് ഈ പ്രായം ചെന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. മാറാവ്യാധികൾ സുഖപ്പെടുത്തുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നാൽ ഈ കട്ടിൽ മേൽ കിടക്കുന്ന 24 വയസ്സുള്ള എന്റെ മകൻ ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. ഇന്ന് വരെ അവൻ ആ കടക്കുന്ന കടത്തത്തിൽ നിന്ന് വാപ്പാ ഉമ്മ ഒന്ന് വിളിച്ചിട്ടില്ല. ഇന്ന് വരെ അവനൊന്ന് എഴുന്നേറ്റിരുന്നിട്ടില്ല. തളർന്നു കിടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഒന്ന് സുഖപ്പെടുത്തിയാൽ ഞാൻ എന്ത് വേണമെങ്കിലും നൽകാം. വല്ല നടക്കൂ? ബുത്രോസ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് നീങ്ങി നിന്നു. ആര്? നേതൃത്വമല്ലേ, നേതാവ്. കൂട്ടത്തിൽ രണ്ടുപേരുടെ നേതാവ് ബുത്രോസ് റളിയല്ലാഹു അൻഹു ഈസാ നബിയുടെ ശിഷ്യനാണ്. അദ്ദേഹം അങ്ങോട്ട് നിന്നു. കുട്ടിയുടെ തലഭാഗത്തേക്ക് 24 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ തല മുതൽ കാല് വരെ അങ്ങോട്ട് തടകി. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. 24 വയസ്സുള്ള കുട്ടി അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്, എഴുന്നേറ്റിരിക്കുകയാണ്, എഴുന്നേറ്റ് നിൽക്കുകയാണ്. എഴുന്നേറ്റ് നിന്ന് മാത്രമല്ല ഉപ്പാ ഉമ്മ എന്ന് വിളിക്കുകയാണ്. എഴുന്നേറ്റ് നടക്കുകയാണ്, അല്പസ്വല്പം ഓടുകയാണ്. അവരുടെ മുന്നിൽ എല്ലാ പരിപാടിയും നടത്തി. 24 വർഷമായിട്ട് ജനിച്ചിട്ട് ഇന്ന് വരെ ഇങ്ങനെ കിടക്കുന്നതല്ലാതെ, ജീവച്ചവം പോലെ കിടക്കുന്നതല്ലാതെ ഒരു പരിപാടിയും ചെയ്യാത്ത വ്യക്തി. ഇതെവിടെ ഉണ്ട് സ്ഥലത്ത്? ഈ ചരിത്രമാണ് സൂറത്ത് യാസീൻ. അതാ മനസ്സിലാക്കണ്ടേ. നമ്മളിങ്ങനെ യാസീൻ എല്ലാം കഴിഞ്ഞു. ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. ആ യാസീനുള്ള ചരിത്രം ഇത്. ഈ ചരിത്രം ബേസ് ചെയ്തിട്ടാണ് യാസീൻ പോകുന്നത്. കുട്ടി എഴുന്നേറ്റ് നിന്നു, കുട്ടി എഴുന്നേറ്റ് നടന്നു. കുട്ടി മാതാപിതാക്കളെ വിളിച്ചു. വല്ലാത്ത സന്തോഷത്തോട് നിൽക്കവേ ആ പ്രായം ചെന്ന മനുഷ്യൻ പറയുകയാണ്, എന്ത് നൽകണം? എന്റെ സമ്പത്ത് മുഴുവനും ഞാൻ നൽകാൻ റെഡിയാണ്. അല്ലയോ ബുത്രോസേ മത്തായേ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നൽകാം. രണ്ടുപേരും പറഞ്ഞു, നിങ്ങളുടെ പണമോ പ്രതാപമോ ഒന്നുമല്ല നൽകേണ്ടത്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കൽ മാത്രമാണ്. അത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് മാത്രമാണ്. ഞങ്ങളുടെ പ്രവാചകനാകുന്ന ഈസാ നബിയെ കൊണ്ട് വിശ്വസിക്കണേ, വിശ്വസിക്കണേ. വേറെ ഒരു പരിപാടിയും വേണ്ട, ഒരു പൈസയും വേണ്ട, ഒന്നും വേണ്ട. ഇത് ഫ്രീ പരിപാടിയാണ് അല്ലേ? അപ്പൊ അവര് പറഞ്ഞു, ഞാൻ വിശ്വസിക്കാം. അദ്ദേഹം ഉടനെ തന്നെ വിശ്വസിച്ചു.
അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന ഈസാ റസൂലുള്ളാഹ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റാരും ആരാധനയ്ക്ക് അർഹരില്ല എന്നും സാക്ഷ്യം വഹിക്കുകയാ. അദ്ദേഹത്തിന്റെ പേരാണ് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. ആ കുട്ടിയുടെ പിതാവ് പ്രായം ചെന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേരാണെന്ത്? ഉറക്കെ പറയും. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. സൂറത്ത് യാസീനിലെ ചരിത്രം എവിടെയാണ്? ഇവിടെ തുടങ്ങാണ്. ഇവിടെ ശ്രദ്ധിക്കും. ഇനിയിപ്പോ എന്താ വന്നത്? എന്തിനാ വന്നെന്തിനാ? ഇവിടെ ഇയാളുടെ വീട്ടിലോട്ട് വന്ന് കഴിക്കാൻ വന്നതാണ്? കുരുക്കി സർബത്ത് കുടിക്കാൻ വന്നതാണോ? അല്ല, പണിയുണ്ട്. ഈ നാട്ടുകാരെ നന്നാക്കണം. അതിനിടയിൽ ഒരു ചെറിയ പരിപാടി നടത്തിയപ്പോ മൂപ്പരെ കിട്ടി. മൂപ്പര ജോലി എന്താ ജോലി? ഈ കൗമിനെ മൊത്തവും കൊണ്ടുപോയി ബിംബങ്ങളെ നിർമ്മിച്ച് കൊണ്ടുപോയി കൊടുക്കുന്ന സാധനം. ഈ സാധനം മൂപ്പര് കുത്തുബാണ്. മൂപ്പരെ കിട്ടി എന്ന് പറഞ്ഞാൽ ഇവരുടെ നേതൃത്വം അദ്ദേഹത്തെ കൈവശം കെട്ടി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് പൊയ്ക്കോ, ഞാൻ പുറകെ വന്നോളാം. നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ, നാട്ടിലൊക്കെ വരും. അപ്പൊ അവര് നിങ്ങളെ അടിക്കാൻ വരികയും, അപ്പൊ ഞാൻ വന്നോളാം. ഉറപ്പായിട്ടും കൗമ അങ്ങനെ ഇളകും, ഉറപ്പാണ്. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. യാസീനല്ലേ? യാസീൻ അറിയില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَاضْرِبْ لَهُمْ مَثَلًا أَصْحَابَ الْقَرْيَةِ إِذْ جَاءَهَا الْمُرْسَلُونَ إِذْ أَرْسَلْنَا إِلَيْهِمُ اثْنَيْنِ فَكَذَّبُوهُمَا فَعَزَّزْنَا بِثَالِثٍ فَقَالُوا إِنَّا إِلَيْكُمْ مُرْسَلُونَ قَالُوا مَا أَنْتُمْ إِلَّا بَشَرٌ مِثْلُنَا وَمَا أَنزَلَ الرَّحْمَنُ مِنْ شَيْءٍ إِنْ أَنْتُمْ إِلَّا تَكْذِبُونَ قَالُوا رَبُّنَا يَعْلَمُ إِنَّا إِلَيْكُمْ لَمُرْسَلُونَ وَمَا عَلَيْنَا إِلَّا الْبَلَاغُ الْمُبِينُ قَالُوا إِنَّا تَطَيَّرْنَا بِكُمْ لَئِن لَّمْ تَنْتَهُوا لَنَرْجُمَنَّكُمْ وَلَيَمَسَّنَّكُمْ مِنَّا عَذَابٌ أَلِيمٌ قَالُوا طَائِرُكُمْ مَعَكُمْ أَإِن ذُكِّرْتُمْ بَلْ أَنْتُمْ قَوْمٌ مُسْرِفُونَ وَجَاءَ مِنْ أَقْصَى الْمَدِينَةِ رَجُلٌ يَسْعَى قَالَ يَا قَوْمِ اتَّبِعُوا الْمُرْسَلِينَ اتَّبِعُوا مَنْ لَا يَسْأَلُكُمْ أَجْرًا وَهُمْ مُهْتَدُونَ അതാണ് വാക്ക്. അവസാനം പറഞ്ഞു നിർത്തിയ എന്താ? വഹും മുഹ്തദൂൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഭവ വികാസം ഓർമ്മപ്പെടുത്തുകയാണ്. ഉത്റസും മത്തായും ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളാ അന്താക്കിയ വിഭാഗത്തിലേക്ക് ചെന്നുകൊണ്ട് അവരെ ദീനിലേക്ക് ക്ഷണിക്കാൻ ചെല്ലുമ്പോ, നിങ്ങൾ കള്ളന്മാരാണ്, ഈസാ നബിയുടെ അനുയായികളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ടവരെ ഇല്ലായ്മ ചെയ്യാൻ അന്താക്കിയ ജനങ്ങൾ തിരിയുകയാണ്. കൊല ചെയ്യാൻ വേണ്ടി തുനിയുമ്പോ അവരിലേക്ക് ദൂരെ നിന്നുകൊണ്ട് ഓടി വരുകയാണ്. പട്ടണത്തിന്റെ അങ്ങേ തലയ്ക്ക് നിന്നുകൊണ്ട് വിശ്വസിച്ചതാകുന്ന ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു തആല അൻഹു ഓടി വന്നുകൊണ്ട് പറയുകയാണ്, ഇത്തബിഊ മൻ ലാ യസ്അലുകും അജ്റാ. ഒരു കൂലി പോലും പ്രതീക്ഷിക്കാതെ പ്രബോധനത്തിന് ഇറങ്ങി തിരിച്ച ഇവരുടെ നിങ്ങൾ വിശ്വസിക്കണേ, പിൻപറ്റണേ. വഹും മുഹ്തദൂൻ, അവർ സന്മാർഗ
സന്മാർഗം സിദ്ധിച്ചവരാണ്. അവർ ജനങ്ങളെ സന്മാർഗ പാന്താവിലേക്ക് തെളിക്കുന്നവരാണ്. മടിക്കണ്ട എന്ന് പറയുമ്പോ ആ ജനങ്ങൾ ഒന്നടങ്കം തിരിയുകയാ. കാരണം അവർക്ക് പിഴപ്പിക്കാൻ വേണ്ടി അവരുടെ കൈകളിലേക്ക് ബിംബങ്ങളെ നിർമ്മിച്ച് നൽകിയിരുന്ന ഹബീബുൻ നജ്ജാർ പോലും മുസ്ലിമായെന്ന് കണ്ടപ്പോ ജനങ്ങൾ മുഴുവനും ദേഷ്യപ്പെടുകയാണ്. അവരെ വിളിച്ചു പറയുകയാണ്, ഇന്നാ തതയ്യർനാ ബികും, ഞങ്ങൾ നിങ്ങളെ ദുർലക്ഷണമായി കാണുകയാ. ലഇല്ലം തന്നഹു ലനർജുമന്നകും, നിങ്ങൾ ഈ പരിപാടി നിർത്തിയിട്ടില്ല എങ്കിൽ, ഈ നാട്ടിൽ വന്നുകൊണ്ട് ദീനി പ്രബോധനത്തിന്റെ മേഖലകൾ നിർത്തിവെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും ഞങ്ങളെല്ലാവരും നിങ്ങളെ എറിഞ്ഞു കൊല്ലുന്നതാണ്. ലനർജുമന്നകും വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം, ഞങ്ങൾ നിങ്ങൾക്ക് വേദന ശിക്ഷ നൽകുന്നതാണ്. പക്ഷെ അചഞ്ചലമായ വിശ്വാസത്തിന്റെ മേല് ബുത്റുസും മത്താർ റളിയല്ലാഹു അൻഹുമയും നിലകൊള്ളുകയാണ്. ഹബീബുൻ നജ്ജാർ എന്ന പ്രായം ചെന്ന മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈസാ നബിയെ കൊണ്ട് വിശ്വസിക്കണമെന്ന് തന്റെ ജനതയോട് പറഞ്ഞപ്പോ, ഞങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വിഗ്രഹം നിർമ്മിച്ചു നൽകിയ മനുഷ്യ, നീ ഇവരുടെ കൂടെ നിന്ന് വാദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബുൻ നജ്ജാറിനെതിരെ തിരിയുകയാണ്. കൂട്ടത്തിൽ നിന്നൊരു മനുഷ്യൻ കല്ലെടുത്തെറിയുകയാണ്. ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ഹബീബുൻ നജ്ജാറിന്റെ അടിവയറിനെ ചവിട്ടുകയാണ്. കൂടെ നിൽക്കുന്നവരെ പ്രഹരമേൽപ്പിക്കുകയാ. സുബ്ഹാനല്ലാഹ്, ഹബീബുൻ നജ്ജാറിന്റെ കുടല് തന്റെ പൃഷ്ഠഭാഗത്തിലൂടെ പുറത്തു വരുകയാണ്. ജനങ്ങൾ മുഴുവൻ പ്രായം ചെന്ന അദ്ദേഹത്തെ അവശനാക്കുകയാണ്. അടിച്ചടിച്ച് കൊണ്ട് ഇല്ലായ്മ ചെയ്യുകയാണ്. അദ്ദേഹം ഷഹീദാകുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി മഹാനവറുകൾ വിട പറയുകയാണ്. മഹാനവറുകൾ സ്വർഗത്തിൽ കടക്കുകയാണ്. ആരാണ് പറയുന്നത്? പരിശുദ്ധമായ ഖുർആൻ വ്യക്തമാക്കുകയാണ്. ഖീല ദുഖുലിൽ ജന്ന, ഖീല ദുഖുലിൽ ജന്ന. അദ്ദേഹത്തോട് അല്ലാഹു പറയുകയാണ്, സ്വർഗത്തിൽ കടക്കണേ, സ്വർഗത്തിൽ കടക്കണേ. കാരണം ദീനീ പ്രബോധന മേഖലകളിൽ ശത്രുക്കളുടെ ചവിട്ടേറ്റുകൊണ്ട്, അവരുടെ പ്രഹരമേറ്റുകൊണ്ട്, അവരുടെ ചാട്ടമാരടിയേറ്റുകൊണ്ട്, അവരുടെ കല്ലേറിന് അടിവേറ്റുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ മനുഷ്യ, നിനക്ക് സ്വർഗമാണ്, സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് കടന്നുകൊണ്ട് മഹാനവാവൻ അവിടെ വെച്ചുകൊണ്ട് പറയുന്ന വാക്യം സൂറത്ത് യാസീനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ബിമാ ഗഫറ ലി റബ്ബി, ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുകറമീൻ. എന്റെ സമൂഹം, എന്നെ ആക്രമിച്ചതാകുന്ന എന്റെ നാട്ടുകാർ, അന്താക്കിയ ജനവിഭാഗങ്ങൾ, ഈസാ നബിയുടെ അനുയായികളാകുന്ന ബുത്റുസും മത്തായും കടന്നു വന്നുകൊണ്ട് പവിത്രമാക്കപ്പെട്ട ഏകദൈവ വിശ്വാസം പറഞ്ഞപ്പോ അതിനെ നിരാകരിച്ചുകൊണ്ട് എന്നെ മേൽ കുതിര കയറി എന്നെ കൊന്നുകളഞ്ഞതായ പാപികളായ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ, അല്ലാഹു എനിക്ക് പുറത്തു തന്ന കാര്യം അറിഞ്ഞിരുന്നുവെങ്കിൽ, കാരണം ഞാൻ ദോഷിയാ, ഞാൻ ഇവർക്ക് ആരാധിക്കാനുള്ള ബിംബങ്ങളെ നിർമ്മിച്ചു നൽകിയ വ്യക്തിയാണ്, ബഹുദൈവ ആരാധന നിർവഹിക്കുവാൻ ഒരു കാലഘട്ടത്തിൽ പ്രേരിപ്പിച്ച വ്യക്തിയാണ്. പക്ഷേ ദീനീ പ്രബോധന മേഖലകളിൽ ബുത്റുസിനും മത്തായും സഹായിച്ചുകൊണ്ട് അവരെ വിശ്വസിച്ചുകൊണ്ട് നിലകൊള്ളതിന്റെ പേരിൽ, ഈസാ നബിയുടെ അനുയായിയായി സ്വഹാബിയായി നിലകൊണ്ടതിന്റെ പേരിൽ അല്ലാഹു എനിക്ക് സ്വർഗം നൽകി, അല്ലാഹു എനിക്ക് പവിത്രമായ സ്വർഗം നൽകിയ കാര്യം എന്റെ നാട്ടുകാരറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ പറയുന്നതായി പരിശുദ്ധ ഖുർആൻ. ആരാണ് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു? ഈസാ നബിയെ കണ്ടിട്ടുണ്ടോ? ഉറക്കെ പറയും, ഇല്ല. പിന്നെ ആരെയാ കണ്ടത്? ഈസാ നബിയെ വിശ്വസിച്ചതാകുന്ന ബുത്റുസിനെയും മത്തായും ഈസാ നബിയുടെ അനുയായികളെ കണ്ടതാണ്. ഇവിടെ മനസ്സിലാക്കണം. അഥവാ കണ്ടവരെ കണ്ടു, എന്നിട്ട് എന്ത് കിട്ടി? സ്വർഗം കിട്ടി. ആര് പറഞ്ഞു? ഖുർആൻ പറഞ്ഞു. യാസീൻ, നീ ഡെയിലി പോകുന്ന യാസീൻ. മനസ്സിലാകുന്നുണ്ട്? സഹാബത്തല്ല, സഹാബത്തിന് ശേഷം അവരെ കണ്ടുകൊണ്ട് വിശ്വസിച്ചതാകുന്ന ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു തആല അൻഹു സ്വർഗ്ഗം നൽകിയ ചരിത്രമാണോ സൂറത്ത് യാസീനിലുള്ളത്? മനസ്സിലാക്കണം. സൂറത്ത് യാസീൻ
എന്താ യാസീൻ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പഠിപ്പിക്കുകയാണ്, ഇന്ന ലികുല്ലി ശൈഇൻ ഖൽബാ വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് സാബാ, വിശുദ്ധ ഖുർആനിന്റെ ഹൃദയം യാസീനാണ്, യാസീനാൻ. ഇന്ന ലികുല്ലി ശൈഇൻ ഖൽബ വഖൽബുൽ ഖുർആൻ സൂറത്ത് യാസീൻ സയ്യിദുനാ റസൂലുള്ളാഹി. മനസ്സിലായിക്കോ? അതുകൊണ്ടാണ് എന്ത് ഈ യാസീൻ തന്നെ നമ്മൾ പഠിക്കുന്നത്. എല്ലാ ദിവസവും ഓതാറുണ്ടോ? ഓതാറില്ലെങ്കിൽ ഓതണം. എന്തുകൊണ്ട്? കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ നിത്യമാക്കുമായിരുന്നു. കാനാന്ന പദം തന്നെ ദായിമിനെ കുറിക്കുന്നതാണ്. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യദൂമു അലാ ഖിറാഅത്തി സൂറത്തി യാസീൻ സ്വബാഹൻ വമസാഅ. എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹുവിന്റെ റസൂൽ യാസീൻ ഓതുമായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആരോതും? സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മളോ ഓതിയ ഓതി വാപ്പ മരിക്കണം, അപ്പൊ ഒരു യാസീൻ ചിലപ്പോ ഓതിയെന്നിരിക്കും. അപ്പൊ തന്നെ ഓതൂല, വേറെ തിരക്കിലാണ്. ആൾക്കാർ ഓതുന്നിടയ്ക്ക് നമ്മൾ വേറെ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യണം. സമസ്ത മാത്തൂർസ വന്നിട്ടുണ്ട്, ലൈവ് ചെയ്ത് കാണിക്കുക. ഇതാ പരിപാടി, നമ്മുടെ പരിപാടി അല്ലേ? ഒരു 3 നടക്കുന്ന 7 നടക്കുന്ന 11 നടക്കുന്ന ആ വീട്ടുകാരൻ അവിടെ ഇരുന്നിട്ട് റാഹത്തായ നിലയിൽ അവൻ ഓതാറുണ്ടോ യാസീൻ? മിക്ക വീട്ടിലും ഇല്ല. അവനിങ്ങനെ മുന്തിരിഞ്ഞ എടുത്തോണ്ട് നടക്കുക. അതെ, ആപ്പിൾ ഓറഞ്ച് മുന്തിരി, ഇതാ പരിപാടി. അത് കൊടുക്കണ്ടെന്നല്ല, നീ അവിടെ ആ സദസ്സിൽ വന്നിരുന്നിട്ട് അതിന് വേറെ ആളെ ഏൽപ്പിച്ചിട്ട് സ്വന്തം വാപ്പ മരിച്ചല്ലേ അവിടെ വന്ന് അടങ്ങിയിരുന്നിട്ട് ഒരു യാസീനെങ്കിലും മാന്യമായി ഓത്. ശ്രദ്ധിക്കണം, യാസീൻ ചെറിയ കാര്യമല്ല. വിശുദ്ധ ഖുർആനിന്റെ ഹൃദയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. ആ യാസീനിൽ എന്താ ഉള്ളത്? മഹത്തുക്കളെ വർണ്ണിക്കുക. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു തആല അൻഹു എന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളെ കൊണ്ട് വിശ്വസിച്ചതാകുന്ന മഹാനുഭാവന്റെ ചരിത്രമാണ് പരിശുദ്ധമായ സൂറത്ത് യാസീൻ. അഥവാ മുത്തുനബിയുടെ അനുയായികൾ ലോകാവസാനം വരെ അവരുടെ ഹൃദയത്തിൽ ഏത്തേണ്ട സൂക്തമെന്ന് ഹബീബ് റസൂലുള്ളാഹി. മനസ്സിലാക്കണം, മഹാന്മാരുടെ സ്മരണ, അതാണ് സൂറത്ത് യാസീൻ. ചെറിയ കാര്യമല്ല. അവരെ ചൊല്ലിയിട്ട് അവരുടെ ചരിത്രം പറഞ്ഞിട്ട് നീ ബർക്കത്തെടുത്തോ, നീ ബർക്കത്തെടുത്തോ. ഇതിങ്ങനെ ഓതിയിട്ട് കാര്യമില്ല. ഇതെന്താണ് ഇതിനുള്ളിലുള്ളത് എന്ന് മനസ്സിലാക്കണ്ടേ? ചെറിയ കാര്യമല്ല.